തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി മുരാരി ബാബുവിന്റെ മൊഴി. ബോർഡ് നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഇഡിക്ക് ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മൊഴി നൽകി. സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് തന്ത്രി പറഞ്ഞതനുസരിച്ചാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. മുരാരി ബാബുവിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണോ? ഈ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇഡിക്ക് മുന്നിൽ മുരാരി ബാബു പറഞ്ഞിരിക്കുന്നത്? ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിരവധി കാര്യങ്ങൾ ഇഡിക്ക് മുന്നിൽ മുരാരി ബാബു മൊഴി നൽകിയിരിക്കുകയാണ്. ബോർഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് താൻ എല്ലാ പ്രവൃത്തികളും ചെയ്തത് എന്ന് ഇഡിക്ക് മുൻപാകെ മുരാരി ബാബു മൊഴി നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും സ്വർണ്ണ കവർച്ചയിൽ ഇത് വലിയൊരു ട്വിസ്റ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം SITയുടെ അന്വേഷണം പാളുന്ന പശ്ചാത്തലത്തിൽ ഇനിയുള്ള ഏക പ്രതീക്ഷ ഇഡിയുടെ അന്വേഷണമാണ്. ഇഡി ഇതാ മുരാരി ബാബുവിനെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അതിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. മിഥുൻ അയ്യപ്പൻ തയ്യാറാണ്. മിഥുൻ, വിവരങ്ങൾ പറയൂ. ഇനി എപ്പോഴാണ് ഇഡി രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ഈ മുരാരി ബാബുവിനെ നടത്തുക? എത്രയും പെട്ടെന്ന് തന്നെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇഡിയുടെ ഓഫീസിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുരാരി ബാബുവിന് ഒപ്പം തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ശ്രീകുമാറിനെ കൂടി ഇന്ന് വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പെട്ട സമയത്തിനകം തന്നെ അവർ ഇഡി ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയമാകും എന്നാണ് കരുതുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തിരുന്ന കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഉറച്ചു നിന്നത് മുരാരി ബാബു. ഒന്ന്, ഇക്കാര്യത്തിൽ മുരാരി ബാബുവിനെതിരെ ഉണ്ടായിരുന്ന ആരോപണം എന്ന് പറയുന്നതും പുറത്തു വന്ന വിവരങ്ങളും സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ മുരാരി ബാബുവിൻ്റെ ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതായത് താൻ സ്വർണ്ണപ്പാളിയിലെ സ്വർണം എല്ലാം മാഞ്ഞു പോയതുകൊണ്ടാണ് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയത്. അത് തന്ത്രിയുടെ കൂടി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് മുരാരി ബാബു പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മറ്റൊന്ന്, 2019 ഈ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്യുമ്പോൾ തനിക്ക് അവിടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല, അവിടെ ചുമതലയുണ്ടായിരുന്നില്ല എന്നും പറയുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങളെല്ലാം തന്നെ താൻ ചെയ്തത് ഇങ്ങനത്തിൽ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയതടക്കം ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശാടിസ്ഥാനത്താണ് ഞാൻ ചെയ്തത് എന്നാണ് മുരാരി ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിൽ മുരാരി ബാബു നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മുരാരി ബാബുവിൻ്റെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് കൂടി സ്വത്തുവകകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2019 മുരാരി ബാബു ചങ്ങനാശ്ശേരിയിൽ ഒരു ആഡംബര വീട് നിർമ്മിച്ചത്. വെറും ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലൊരു വലിയ വീട് നിർമ്മിക്കുന്നതിലുള്ള ചില അസ്വാരസ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ക്രമക്കേടുകൾ അക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്നടക്കം സംശയിക്കുന്നുണ്ട്. അതിൽ കൂടി വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകാനിരിക്കുകയാണ്. കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ഇവരെ വിളിച്ച് വരുത്തുമെന്നാണ് നമുക്കിപ്പോൾ കരുതുന്നത്. ഗൗതം. ഓക്കെ.